അതെ അശോകേട്ടാ, നമ്മുടെ ചാമുണ്ണിയേട്ടൻ എവിടെ കടയിട്ടാലും നമ്മളെപ്പോലെയുള്ള കുറേ ആൾക്കാർ അവിടെ എത്തും. എന്താ വെച്ചാൽ ചാമുണ്ണിയേട്ടൻ്റെ കൈപുണ്യം. അതെ ഗിരീഷേട്ടാ, നാട്ടുകാർ പറയണത് ചാമുണ്ണേട്ടൻ നമുക്ക് ചായയിൽ കൈവശം ഇട്ട് തന്നിട്ടുണ്ട്. അതെ, അങ്ങനെയില്ല, അങ്ങനെ വല്ലതും ഇട്ടിട്ടുണ്ടാ ഗിരീഷേട്ടാ? അതായത് കൈവശം എന്ന് പറഞ്ഞതേ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട, അതിൽ കാര്യമുണ്ട്. ഈ കൈവശം എന്ന് പറയുന്നതേ നിസ്സാര കാര്യമല്ല, മനസ്സിലാവുണ്ടോ? അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, അനുഭവത്തിൽ അറിയണം. അനുഭവത്തിൽ അറിഞ്ഞവരുണ്ട് പലതും. അതായത് ഈ കൈവശം തന്നെ 3 വിധത്തിലുണ്ടെന്നാണ്, മനസ്സിലായില്ലേ? ഒന്ന് നശീകരണം, പിന്നെ ഒന്ന് വശീകരണം, പിന്നെ സ്വാഭാവികം എന്ന് പറയുക. അതിന് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങളൊക്കെ ഉണ്ട്. ആ മന്ത്രോച്ചാരണത്തിൽ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ശിങ്കരായ സ്വാമിയില്ലേ, അയാൾ കൈവശം ഇറക്കുന്ന ആളാണ്. എന്തോ ഒരു തിരക്കുറി അവിടെ. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കൈവശബാധാദോഷം കളയണതേ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരാളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കർമ്മങ്ങൾ ആരും ചെയ്യില്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ അതൊക്കെ ഓരോ ആളുകളുടെ ഓരോ തോന്നലാണ്. ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു തോന്നലാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതൊന്നും പൊതുവേദിയിൽ പറയാനുള്ളതല്ല, പക്ഷേ എങ്കിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേ ചാമേട്ടാ, എന്നല്ലേ ഞാൻ പോട്ടെന്നാ. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. ഈ BP-ക്കും ഷുഗറിനും മരുന്ന് കഴിക്കണതേ ദിവസവും കഴിച്ചാലേ അത് മാറുള്ളൂ. അതുപോലെ കൈവശം കൊടുത്ത് വശീകരിക്കുന്നതും ദിവസവും കൊടുക്കേണ്ടി വരും. ഒരു ലോജിക്കും കാണാനുണ്ട്. അല്ല അശോകേട്ടാ, ഈ ശിങ്കരായ സ്വാമിയില്ലേ, അയാളവിടെ എന്തോ ഒരു തിരക്കറിയോ? ഈ കൈവശം ഏറ്റവരാണ് അവിടെ വരുന്നത്. ഇത് പിന്നെ ശരിയായതുകൊണ്ടല്ലേ എത്രയും തിരക്ക്? അവിടെ എങ്ങനെ അറിയോ? സ്വാമിൻ്റെ ഈ മഠത്തിൽ രാവിലെ എണിച്ച ആൾക്കാർ വരും. വന്നവരെല്ലാം അവിടെ ഒരു കുടം വെച്ചിട്ടുണ്ടാവും. എല്ലാവരും അവരവരുടെ പേരെഴുതി സ്ഥലവും എഴുതിയിട്ട് ഈ കുടത്തിലിടും. അങ്ങനെ എല്ലാവരും എഴുതി കഴിയുമ്പോൾ സ്വാമി വരും. എന്നിട്ട് ശിഷ്യനോട് പറയും ആ കുടം ഒന്ന് മാറ്റി വയ്ക്കുക പറയും. പിന്നെ എന്ത് പറയും സ്വാമി? ഒരു പേര് പറയും. അങ്ങനെ ശിഷ്യൻ പോയിട്ട് ഒരു ഇത് എടുത്തു കൊടുക്കും. അങ്ങനെ എല്ലാവരുടെ പേരും സ്വാമി പറയും. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഈ ശിങ്കരായ സ്വാമിയില്ലേ, ഇയാളുടെ അവിടെ എൻ്റെ മരുമകൻ 5 കൊല്ലം പണിയെടുത്താണ്ടാ. അവിടുത്തെ ഓരോ കഥകൾ കേട്ടല്ല ചെറിച്ച് ചാവുകളാ. ആ ശിങ്കരായ സ്വാമിൻ്റെ കുടത്തിൽ എഴുതിയിരുന്ന ആ പരിപാടിയില്ലേ, അതിൻ്റെ സൂത്രം എന്താ അറിയാം എനിക്ക്? എന്താ അത്? ആദ്യമായിട്ട് വരുന്ന ആളില്ലേ, ഇത് സ്വാമിൻ്റെ ആൾ തന്നെയായിരിക്കും. എന്നാൽ ഈ ആളിൻ്റെ പേര് അല്ല വിളിക്കുന്നത്, വേറെ ആളിൻ്റെ ചീട്ടാണ് എടുക്കുന്നത്. ഈ ചീട്ടിലെ ആദ്യം എടുത്ത ചീട്ടില്ലേ, ഇതിനെയാണ് ഇയാൾ രണ്ടാമത് വിളിക്കുന്ന പേര്. ഇങ്ങനെ വിളിച്ച് ലാസ്റ്റ് നോക്കുമ്പോൾ ചീട്ടുണ്ടാവില്ല, ആളുണ്ടാവും. അപ്പോൾ എൻ്റെ മരുമകൻ എന്ത് കാണിക്കും അറിയോ? ഈ ആദ്യം വന്നവൻ്റെ പേരില്ലേ, അത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിനെ കുടത്തിലിട്ട് എടുക്കുന്ന പോലെ കാണിച്ചിട്ട് സാന്ത്വമായി കൊടുക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഓ മനസ്സിലായി. ഇതേ പ്ലേയിങ് കാർഡ്സ് ഇല്ലേ, നമ്മുടെ കളിക്കുന്ന ചീട്ടേ, ഈ ചീട്ടിലൊരു ട്രിക്കാണെന്ന്. അല്ല ഞാൻ കേട്ടോ, ഇത് ട്രിക്കാണെന്ന് തന്നെ വെക്കട്ടെ. അവിടെ വരുന്ന പിന്നെ ആൾക്കാർക്ക് വെറ്റിലിയും മുറുക്കാൻ കൊടുക്കും അല്ലേ? പക്ഷെ അത് ഛർദ്ദിക്കണമെങ്കിൽ എന്തായിരിക്കണം? വെറ്റില മുറിക്കുക, ചോപ്പല്ലേ വേണ്ടത്. ഇത് അവർ ഛർദ്ദിക്കുന്നത് പല കളറ്, കടും കളറ്, നീല, വയലറ്റ്, ഇങ്ങനെയാണ് ഇവർ ഛർദ്ദിക്കുന്നത്. അതെന്താ കാര്യം? ഈ വെറ്റിയും അടക്കിയും ഒക്കെ കൂടി കൊടുക്കില്ലേ, അതിൻ്റെ കൂടെ എന്തോ ഒരു നീല സാധനം, ഒരു നുള്ള് ഈ കിണറൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. എന്തോ ഒരു എന്താ അതിൻ്റെ പേര്? വല്ല പൊട്ടാസ്യം പെർമാനായിരിക്കോ? അതന്നെ എനിക്ക് വായി കൊള്ളണില്ല. ഈ വെറ്റി അടക്കിയും ഇതൊക്കെ കൂടി തിന്നുമ്പോൾ ഈ ചെക്കൻ്റെ വയറ്റിലിരിക്കുന്ന എല്ലാ ചളിയും ചണ്ടിമണ്ടാരങ്ങളും ഗ്യാസും അജീർണവും ഒക്കെ വെളിയിൽ പോവുകയും ചെയ്യും. അവൻ്റെ മനസ്സിലുള്ള വിഷവും വെളിയിൽ പോവുകടാ.